മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇരന്ന് വാങ്ങിക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ഇതാ കണ്ടുകൊള്ളൂ. ശിവൻകുട്ടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും മേയർക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മേയർ അതിന് ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഏതായാലും എന്താണ് ശിവൻകുട്ടി വിളിച്ചു പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സംസ്കരണം എന്നത് കേവലം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയോ റീൽ ഷൂട്ടോ ആയി മാറിയിരിക്കുകയാണ്. നിയമ അനുശാസിക്കുന്ന പ്രാഥമിക കടമകൾ പോലും നിറവേറ്റുവാൻ കഴിയാത്തവർ എന്തിനാണ് ഈ കസേരകളിൽ ഇരിക്കുന്നത് എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇതിന് ചുട്ട മറുപടി വി രാജേഷ് കൊടുക്കുന്നുണ്ട്. അല്ല, ഈ ഫോട്ടോ എടുക്കൽ, റീൽ എടുക്കൽ, ഇതിനെ കുറിച്ചൊക്കെ പറയാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും അർഹതയുണ്ടോ? ഇവിടെ ഒരു നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാലും അതിന്റെ റോഡ് സൈഡിൽ ഉടനീളം ഫോട്ടോയും പതിപ്പിച്ചിറങ്ങാറുള്ളത് നമ്മുടെ കേരളത്തിന്റെ മരുമകനല്ലേ? അതേപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ദാരിദ്ര മുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ റീലുകളും എന്തൊക്കെ ഫോട്ടോകളും ഇറക്കുന്നു. അതേ സമയത്ത് വെള്ളമില്ലാഞ്ഞിട്ട് മലപ്പുറത്ത് പോലും 24 കുടുംബങ്ങള് പാറപ്പുറത്തേക്ക് ജീവിതം മാറ്റിയിട്ടുണ്ട്. എന്ത് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞ് ഫോട്ടോയും റീലും ഇറക്കിയിട്ടുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലെ ഇവരാ പറയുന്നത് ഫോട്ടോ റീൽ എന്ന്. ഇത് വേറൊന്നുമല്ല, ഇവർക്ക് ഈ കയ്യിൽ നിന്ന് പോയത്, ഈ ഭരണം പോയത് തീരെ സഹിക്കുന്നില്ല. എന്നിട്ട് എന്നും നേരം വെളുക്കുമ്പോ ശിവൻകുട്ടിയുടെ പണിതാ വി രാജേഷിനെതിരെ എന്തെങ്കിലും പറയാം. ഇതിങ്ങനെ ചൊറിഞ്ഞ് ഇരുന്ന് വാങ്ങുന്നത് കൊണ്ടേ രാജേഷ് ആണെങ്കിൽ നന്നായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഏതായാലും രാജേഷ് ഈ ശിവൻകുട്ടിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത മറുപടി അല്ല ആദ്യം കൊടുക്കുന്നത്, മറിച്ച് രാജേഷ് മറ്റൊരു കള്ളത്തരം മുൻ മേയറുടേത് പൊക്കിയിട്ടുണ്ട്, കയ്യോടെ പൊക്കിയിട്ടുണ്ട്. അതൊന്ന് ഞാനിവിടെ കൊടുക്കാം. തെളിവ് സഹിതാണ് രാജേഷ് പറയുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. പുത്തരിക്കണ്ട മൈതാനത്തിന്റെ കഥയാണ്. അതായത് 2026 ഈ വർഷം ഓണത്തിന് ഒരു സർക്കസ് കമ്പനിക്ക് കൊടുക്കണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു. അന്നത്തെ ഡെപ്യൂട്ടി മേയർ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉത്തരവിറക്കിയിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. 2025 തെരഞ്ഞെടുപ്പ് വരികയാണ്. പുതിയ ഭരണസമിതി 26 അധികാരത്തിൽ വരും എന്നൊക്കെ അറിയാമായിരുന്നിരിക്കെ 2025 ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒക്ടോബർ ലാസ്റ്റ് ആയിരുന്നു. നവംബറിലായിരുന്നു. ഒക്ടോബറിൽ തന്നെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2026 സർക്കസ് കമ്പനിക്ക് ആർക്ക് കൊടുക്കണമെന്നുള്ള തീരുമാനിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതിൽ വാങ്ങുന്ന ഏത് സമയത്തേക്കാണെന്നറിയോ? ഓണക്കാലം. പുത്തരിക്കണ്ടം മൈതാനത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സമയം ഓണക്കാലമാണ്. അത് വാങ്ങിക്കുന്ന ഒരു തുക എത്രയെന്നറിയോ? 15,000 രൂപ ഒരു ദിവസത്തിൽ. ഇന്ന് അതിന്റെ 10 ഇരട്ടി തരാൻ തയ്യാറായിട്ട് ആൾക്കാർ വരുമ്പോഴേക്കും മൈതാനം ബ്ലോക്ക് ചെയ്തിരിക്കുക. കഴിഞ്ഞ വർഷം തന്നെ കൊടുത്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ കേട്ടില്ലേ? മുൻ മേയർ 2025 തന്നെ 26 ഓണക്കാലത്ത് പുത്തരിക്കണ്ടം മൈതാനം ഓണക്കാലത്ത് മറ്റൊരു സർക്കസ് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞു, കരാറുണ്ടാക്കി കഴിഞ്ഞു. ദിവസത്തിന് 15,000 രൂപ. എത്ര ചെറിയ തുകയാണിത്! ഈ 2025 വളരെ വ്യക്തല്ലേ? 2026 ഓണക്കാലം എന്നൊക്കെ പറയുന്നത് മറ്റൊരു ഭരണസമിതിയാണ് ഉണ്ടാവുക എന്നൊക്കെ. അതൊന്നും നോക്കാതെ മുൻ മേയറും കൂട്ടരും കച്ചവടമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ വെറും 15,000 രൂപ രേഖകളിൽ പറയാ എന്നല്ലാതെ അപ്പുറം ഒരു തുക ഇവരൊക്കെ പോക്കറ്റിലേക്ക് വാങ്ങിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? മുൻ മേയറും കൂട്ടരൊക്കെ വെറും 15,000 രൂപക്ക് ഓണക്കാലത്ത് ഒരു സർക്കസ് കമ്പനിക്ക്, ഒരു കമ്പനിക്ക് അങ്ങ് വെറുതെ കൊടുക്കുമോ? പുത്തരിക്കണ്ടം മൈതാനൊക്കെ ഒരു ദിവസം 15,000 എന്ന്. അതൊക്കെ രേഖകളിലെ പണമാവില്ലേ? ഇപ്പോഴത്തെ മേയർ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതിന്റെ 10 ഇരട്ടി തരാൻ തയ്യാറാണ്. നമ്മൾ ഈ കഥയൊക്കെ പറയുന്നത് 2000-ലുള്ള കഥയല്ല. ഈ 2025 26 പുത്തരിക്കണ്ടം മൈതാനത്തിന് ഒരു ദിവസത്തേക്ക് വാങ്ങുന്ന തുക എന്ന് പറയുന്നത് വെറും 15,000. നമ്മുടെ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഇതൊക്കെ കേൾക്കുമ്പോൾ എജാതി കാട്ടുമുടിക്കലാണ് ഇടതുപക്ഷ കോർപ്പറേഷൻ ഭരിച്ച സമയത്ത് അവർ നടത്തിയത് എന്നുള്ളത് സകല ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? 15,000-ന് പകരം 10 ഇരട്ടി
ഇപ്പൊ തരാൻ തയ്യാറുള്ളവർ ഉണ്ട് എന്ന മേയർ കൃത്യമായിട്ട് പറയുന്നത്. മേയർ ഇങ്ങനെ ദിനം പ്രതി മുൻ മേയറും കൂട്ടരും കട്ടുമുടിച്ചതിന്റെ തെളിവിങ്ങനെ പുറത്തു വിടുമ്പോ ഈ പറയുന്ന ശിവൻകുട്ടിക്കൊന്നും ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. കാരണം എന്താ, ഈ മുൻ മേയർ ആ ഒരു മേയറും മുൻ മേയർ മാത്രമാണ് ഈ കാട്ടുമുടിക്കല് മുമ്പിലുള്ളത് എന്ന് ആർക്കൊരു സംശയമൊന്നുമില്ലല്ലോ. അത് അവര് മാത്രമാണോ? ഒരു ടീമായിട്ടല്ലേ ഇടതുപക്ഷം ഈ കട്ടുമുടിക്കലൊക്കെ ഇത്രയും കാലം ഇവിടെ നടത്തി മുന്നോട്ട് പോകുന്നത്. അപ്പൊ വി രാജേഷിനെതിരെ മാലിന്യം, അത് ഈ മാലിന്യം എന്നൊക്കെ പറയാൻ ഉളുപ്പില്ലേ ശിവൻകുട്ടിക്കൊന്നും? ഉളുപ്പില്ലേ? ഈ കേരളം ഭരിക്കല് തുടങ്ങിയിട്ട് ഇടതുപക്ഷം എത്ര കാലമായി ഭരിക്കുന്നു? എത്ര കാലം കോർപ്പറേഷൻ ഭരിച്ച്? എന്നിട്ട് കൃത്യമായിട്ടൊരു പദ്ധതി ഉണ്ടാക്കിയിട്ട് കാലാകാലത്തേക്കും മാലിന്യമൊക്കെ ഇല്ലാതാക്കാൻ, മാലിന്യമൊക്കെ കൃത്യമായിട്ട് കളക്ട് ചെയ്യാനൊക്കെ ഒരു സംവിധാനം ഈ പറയുന്ന ശിവൻകുട്ടിക്കും കൂട്ടർക്കൊന്നും ചെയ്യാൻ സാധിക്കാഞ്ഞിട്ടല്ല ഇപ്പോ 4-5 മാസമായിട്ട് വന്ന് മേയർ അത് നാണല്ലേ ഇവർക്ക്? ഇത് ഇത്രത്തോളം കുരുപെട്ടാൻ ഇതൊന്നുമല്ല കാരണം. വ്യക്തമായിട്ട് നിലവിലെ മേയർ വി രാജേഷ് മറ്റൊരു കാര്യം കൂടി കുറച്ചു മുമ്പ് എടുത്ത് കേരള ജനതയോട് പറഞ്ഞിട്ടില്ലേ? കേരള ജനത ഞെട്ടലോട് കൂടിയല്ലേ കേട്ടിട്ടുള്ളത്? ഒരു വിളക്ക് 10,000 രൂപയാണ് വിളക്കിന്റെ വില. ഈ വിളക്ക് കോർപ്പറേഷനിൽ മുൻ മേയറും കൂട്ടരും വാടകയ്ക്കെടുക്കല് 6,000 രൂപ. 10,000 രൂപയുടെ ഒരു വിളക്ക് കോർപ്പറേഷൻ വാടകയ്ക്കെടുക്കല് 6,000 രൂപക്ക്. 1, 2, 3 പ്രോഗ്രാം ആ വിളക്ക് ഒരു ദിവസം നടത്തുമ്പോൾ 18,000. വിളക്ക് വേറെ വാങ്ങിക്കൂടെ? ഇതിന് വെറും 500 രൂപയെ വാടകയുള്ളൂ, അതിനനുസരിച്ച് ഞങ്ങൾ എടുത്തു എന്നും നിലവിലെ വി രാജേഷ് കൃത്യമായിട്ട് പറയുന്നു. പക്ഷേ കഴിഞ്ഞ തവണ വിളക്കെടുത്ത മുൻ മേയറും കൂട്ടരും വിളക്കെടുക്കുന്ന ഓരോ സമയത്തും വാടക ഇനത്തിൽ 6,000 രൂപയായി ഇത് പിടിപ്പിച്ചു. വിളക്കിൽ കള്ളത്തരം. ഇവരെന്തൊക്കെ ചെയ്യുന്നോ അതിലൊക്കെ കള്ളത്തരം. പുത്തരിക്കണ്ടം മൈതാനം ലേറ്റസ്റ്റ് കള്ളത്തരം. ഈ കള്ളത്തരം ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ ഇപ്പൊ വി രാജേഷിനെ കൂട്ടമായിട്ട് ഇടത് സൈബർ ഗുണ്ടകളെ രംഗത്തെത്തിയിട്ട് ആക്രമിക്കുക. ആ ആക്രമണത്തേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് പുച്ഛിച്ചു തള്ള, ഒരു തർക്കം വേണ്ട. പിന്നെ ശിവൻകുട്ടി പറഞ്ഞതിന് നല്ല ഒന്നാന്തരം മറുപടി രാജേഷ് പറയുന്നുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കേട്ടു നോക്കൂ. അല്ല, യോഗ്യതയൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് എല്ലാവരുടെയും യോഗ്യതയൊന്നും തീരുമാനിക്കാനുള്ള അധികാരമൊന്നും ജനങ്ങൾ കൊടുത്തില്ല. ഈ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ കോർപ്പറേഷൻ വിളിച്ച യോഗത്തിൽ വന്ന് പറഞ്ഞത് അവർ നിസ്സഹായരാണ്. ഈ അരുവിക്കരയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം ഇവിടെ എത്തുന്നില്ല, ലീക്കായി പോകുന്നു. ഇത് പരിഹരിക്കാൻ ഒരു മെക്കാനിസവും ചെയ്തിട്ടില്ല. അതാണ് തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണം. അതിനവർ മറുപടി പറയണം. നിങ്ങൾ കേട്ടില്ലേ? ജനങ്ങളാണ് എന്നെ തിരഞ്ഞെടുത്തത്, അല്ലാതെ ശിവൻകുട്ടിയും കൂട്ടരും ഒന്നല്ല. പിന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് വെള്ളം എത്തുന്നതുമായി ബന്ധപ്പെട്ട് ലീക്കേജ് പറയുന്നുണ്ടല്ലോ, അതും മറ്റൊരു തട്ടിപ്പാണ്. കാരണം എന്താ, ഈ പൈപ്പുമായി ബന്ധപ്പെട്ട് ലോക്കൽ പൈപ്പ് ഇട്ടിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് വെള്ളം എത്തുന്നതിനിടയ്ക്ക് ലീക്കായി പോവാ. തട്ടിപ്പ്. പൈപ്പ് എടുത്തിട്ടിട്ട് അതിന്റെ ക്യാഷും കട്ടുമുടിച്ചിട്ടുണ്ട്. അങ്ങനെ കോർപ്പറേഷൻ ഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻ മേയറും കൂട്ടരും ഇടതുപക്ഷം ചെയ്തിട്ടുള്ള സകല കള്ളത്തരവും ദിനം പ്രതി വി രാജേഷ് ഇങ്ങനെ രേഖാമൂലം ഇങ്ങനെ എടുത്തെറിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ടിട്ട് വെപ്രാളത്തിൽ ഇപ്പോ ശിവൻകുട്ടിയുടെ നേതൃത്വത്തില് ഇടത് സൈബർ ഗുണ്ടകൾ ഒറ്റക്കെട്ടായിട്ട് വി രാജേഷിനെ ആക്രമിക്കുന്നുണ്ട്. ഇത്തരം ആക്രമിക്കുന്ന സകല കമ്മികളോടും പറയാനുള്ളത്, കേരളത്തിലെ പൊതുസമൂഹം ഇതിനെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കുക തന്നെ ചെയ്യും.